ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസവർഷത്തിലെ നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ആന്തരിക വിശുദ്ധിയിലേക്ക് നമ്മെ ഒരുക്കുന്ന നോമ്പുകാലം ആഗതമായി. പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും 50 ദിനങ്ങൾ. യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ സാർത്ഥകമായി ആഘോഷിക്കുവാൻ സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ദിനങ്ങളാണല്ലോ നോമ്പുകാലം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് മനുഷ്യൻ്റെ മാനസാന്തരത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ നെറ്റിയിൽ ചാരം പൂശി മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്നുള്ള ചിന്ത പകർന്നു തന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുവാൻ പശ്ചാത്താപത്തോടു കൂടി കർത്താവേ ഞാൻ അങ്ങയുടേതാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള ദിനങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. ചാരം ഒരു പ്രതീകം, പശ്ചാത്താപവും പ്രായശ്ചിത്ത ജീവിതവും സൂചിപ്പിക്കുവാനായി ചാരം പൂശി ചാക്കുടുത്ത് അനുതപിക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ എത്രയോ നിസ്സാരനാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ചാരം പൂശലിൻ്റെ ഒരു അർത്ഥതലം. പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവാൻ മാത്രമുള്ളതല്ല മാനസാന്തരം എന്ന തലം. മറിച്ച് കർത്താവെ ഇതാ ഞാൻ അങ്ങയുടേതാകുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കൂടുതൽ പുണ്യപ്രവർത്തികളിലേക്ക് കൂടി മനസ്സ് തിരിക്കുവാനും ജീവിക്കുവാനുമുള്ള ദിനങ്ങളാണ് മനസാന്തരത്തിൻ്റെ ദിനങ്ങൾ. വിശുദ്ധ അമ്മത്രേസ്യായുടെ പ്രാരംഭ ജീവിത കാലഘട്ടം എല്ലാം നൈമിഷികമാണെന്ന് പോലും മനസ്സിലാക്കാതെ ആഡംബരത്തിൽ മുഴുകി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അമ്മത്രേസ്യ. ഒരിക്കൽ അവൾക്കൊരു ദർശനമുണ്ടാവുകയാണ്. കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നരകം കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലൊരു ഭാഗം ചൂണ്ടിക്കാണിച്ച് അമ്മത്രേസ്യയോട് പറയുന്നുണ്ട്, നീ ഇപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ നീ എത്തിച്ചേരുക ഈ സ്ഥലത്തായിരിക്കുമെന്ന്. മാനസാന്തരത്തിൻ്റെ പാത തിരഞ്ഞെടുത്തുകൊണ്ട് അമ്മത്രേസ്യ ഏറ്റവും ഒടുവിൽ വലിയ ഒരു വിശുദ്ധയായിത്തീർന്നു. കഴിഞ്ഞ ഓശാനയ്ക്ക് കർത്താവിനെ ജൈവിളിക്കുവാനായിട്ട് അവനെതിരേൽക്കുവാനായിട്ട് നാം ഉയർത്തിയ കുരുത്തോലകൾ ഇന്ന് ഉണങ്ങിക്കരിഞ്ഞ് ചാരമാകുവാൻ തയ്യാറെടുത്തിരിക്കുന്നു. മാനുഷിക ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങളുടെ ഒരു തെളിവാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുക. സങ്കീർത്തകൻ്റെ വാക്കുകൾ നമുക്കിവിടെ അനുസ്മരിക്കാം. 34-ാം സങ്കീർത്തനം 18-ാം വചനം പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന്. പൂർണ്ണമായിട്ടും അനുതാപത്തിൻ്റെ പാത തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിലേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരു വ്യക്തിയെയും അവൻ എത്രയോ അധപതിച്ചവനാണെങ്കിൽ കൂടിയും ഇരുകരങ്ങൾ നീട്ടി അവനെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഇവിടെ പ്രകടമാക്കപ്പെടുക. നോമ്പുകാലത്തിൻ്റെ ഈ ദിനങ്ങൾക്ക് നാം ആരംഭം കുറിക്കുമ്പോൾ ഹൃദയവിശുദ്ധിയുടെ ദിനങ്ങളാകട്ടെ ഇതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വിശുദ്ധിയോട് കൂടി, കൂടുതൽ അനുതാപത്തോടു കൂടി, കൂടുതൽ മാനസിക പരിവർത്തനത്തോടു കൂടി കർത്താവിലേക്ക് തിരിയുവാനും നന്മയുടെ പാത സ്വീകരിക്കുവാനും പരസ്നേഹത്തിൽ ആഴപ്പെടുവാനും നമ്മെ ശക്തരാക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പാലകൻ TV പ്രേക്ഷകർക്കും ഹൃദയ പരിവർത്തനത്തിൻ്റെയും മാനസിക ആന്തരിക വിശുദ്ധിയുടെയും ദിനങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം ദൈവാനുഗ്രഹങ്ങളും.